മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ദഹന സംബന്ധമായ രോഗങ്ങൾക്കും അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾക്കും വയറ്റിലെ നല്ല ബാക്ടീരിയക്കുമായിട്ടൊരു പ്രൊബയോട്ടിക് ഡ്രിങ്കുമായിട്ടാണ്. ഇതൊരു ഡ്രിങ്കായിട്ടും മാത്രമല്ല, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറി കൂടിയാണ്. ഇനി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഈ ഒരു പ്രൊബയോട്ടിക് ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ചെറിയൊരു കൈപ്പിടി കുരുമുളകും 6-7 കൊച്ചുള്ളിയും എരിവില്ലാത്ത ഒരു പച്ചമുളകും ഒരു വലിയ കൈപ്പിടി കറിവേപ്പിലയും 4-5 വെളുത്തുള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ഇടികല്ലിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. നന്നായി ചതച്ചെടുത്ത കുരുമുളകും കറിവേപ്പില കൂട്ടും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചൂടായി വന്ന മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽ മുളകും കൂടെ തന്നെ ചതച്ച കൂട്ടൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് കാശ്മീരി മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മോരും വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മോരിന് പകരം തൈരാണെങ്കിൽ ഏറെ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് സ്റ്റൗ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി അല്പം ആവി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ കഴിക്കുന്നത് കൊണ്ട് തന്നെ നെഞ്ചിരിച്ചിൽ, ദഹന സംബന്ധമായ രോഗങ്ങൾക്കും അസിഡിറ്റി പോലുള്ള അസുഖങ്ങൾക്കും വളരെയധികം നല്ലതുമാണ്. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആവി വന്നാൽ മാത്രം മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ ഔഷധ ഗുണമുള്ള പ്രൊബയോട്ടിക് ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും അസിഡിറ്റി മൂലമുണ്ടാകുന്ന നെഞ്ചെരിച്ചിൽ തടയാനും ദിവസവും കഴിക്കുന്നത് വളരെയധികം നല്ലതുമാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.